2025 സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് ഖുർആൻ ഹിഫ്ള് എങ്ങനെയാണ് അതുണ്ടാവുക? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഏതൊക്കെ സൂറത്തുകളാണ് പാഠഭാഗമായി വരുന്നത്? ഹിഫ്ളിൽ ഏതൊക്കെ സൂറത്തുകൾ നമ്മൾ കാണാതെ പഠിക്കണം? പുറമേ നിന്ന് വല്ല ദിക്റുകളും ചോദിക്കുമോ? കഴിഞ്ഞ വർഷത്തിലെ ബുക്ക് മാറി ഈ വർഷം പുതിയ ബുക്കാണ്. ഇതടിസ്ഥാനത്തിൽ ഖുർആൻ ഹിഫ്ള് ചോദ്യപേപ്പറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നീ പല സംശയങ്ങൾ രക്ഷിതാക്കളായ ഓരോരുത്തർക്കും ഉണ്ടാകും. ആ സംശയങ്ങളൊക്കെ നീക്കുന്ന രൂപത്തിൽ അതിനെല്ലാം കൃത്യമായ മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഖുർആൻ പഠനം കാര്യക്ഷമമാക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും വേണ്ടി 2ാം ക്ലാസ്സിലെ ഉസ്താദിന് തെദ്രീബു തിലാവ എന്ന് പറയുന്ന ഈ ഒരു കൈപുസ്തകം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പുസ്തകം കുട്ടികൾക്കില്ല. ഉസ്താദുമാർക്ക് മാത്രമായി തയ്യാർ ചെയ്ത തെദ്രീബു തിലാവ എന്ന ഈ ഒരു കൈപുസ്തകം അടിസ്ഥാനമാക്കിയായിരിക്കും 2ാം ക്ലാസ്സിൻ്റെ ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ ചോദ്യപേപ്പർ വരിക. ഇത് സമസ്തയിൽ നിന്ന് നേരിട്ടുള്ള സർക്കുലറിലൂടെ അറിയിച്ച കാര്യമാണ്. നമ്മുടെ 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൈപുസ്തകം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഉസ്താദ് ഖുർആൻ ഹിഫ്ള് പാഠഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. പ്രധാനമായും ഈ ഒരു കൈപുസ്തകത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചിലതിവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അറിയുന്നതിന് വേണ്ടിയാണ്. ആയത്തിൻ്റെ അവസാനത്തിൽ ഹാ താ എന്നിവ വരുന്ന സമയത്തുള്ള വഖഫ് വെക്കേണ്ടത് ഏത് രീതിയിലാണെന്ന് പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ ചെറിയ ആയത്തുകളൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഓതാൻ പരിശീലനം കൊടുക്കും. അങ്ങനെ തന്നെ ഖുർആൻ ഓതുമ്പോൾ ഓതിക്കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ സൂറത്തിൽ വന്ന സുക്കൂനുള്ള നൂനുണ്ടാവും, സുക്കൂൻ ഇല്ലാത്ത ഫത്ത്, കസ്ർ, ലമ്മ് എന്നിങ്ങനെയുള്ള നൂനുകൾ ഉണ്ടാവുമല്ലോ. ഈ നൂനുകൾ തമ്മിലുള്ള ഉച്ചാരണത്തിലുള്ള വ്യത്യാസം കുട്ടികൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കും. അതേ പ്രകാരം തന്നെ സാധാരണയിലും കൂടുതൽ നീട്ടേണ്ട പദങ്ങളുണ്ടാവും, കൂടുതൽ നീട്ടേണ്ട മദ്ദുകളുണ്ടല്ലോ, ആ മദ്ദുകളെ നീട്ടാൻ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും. അതേ പ്രകാരം തന്നെ കുറഞ്ഞത് നീട്ടാനുള്ളത് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കും. തായിന് സുക്കൂൻ വരുമ്പോൾ ഉച്ചാരണത്തിൻ്റെ രീതി പ്രത്യേകമായി മനസ്സിലാക്കി കൊടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. ത് എന്ന് പറയുമ്പോൾ താ തീ തൂത്ത്, ഈ ത് എന്ന് പറയുന്നതിൽ ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങളുണ്ട്. കൽക്കലത്തിൻ്റെ രീതിയിലേക്ക് വരാതെ ശ്രദ്ധിക്കുക എന്നൊക്കെയുണ്ട്. അപ്പോൾ അതും ഉസ്താദ് മനസ്സിലാക്കി കൊടുക്കും. അതേ പ്രകാരം തന്നെ വഖഫ് ചെയ്യുമ്പോൾ, ഒരു ആയത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ആയത്തിൻ്റെ ഇടയിൽ നിർത്തുമ്പോൾ ഏത് രൂപത്തിലായിരിക്കണം എന്നും കുട്ടികൾക്ക് ഉസ്താദ് പറഞ്ഞു കൊടുക്കും. അതേ പ്രകാരം തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഉസ്താദ് മദ്രസയിൽ നിന്ന് ഓതിക്കൊടുക്കുന്ന ആ ഒരു ഖുർആനിൻ്റെ ശൈലിയിൽ കുട്ടികൾക്ക് ഓതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. വെറുതെ ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലല്ല, ഖുർആനിൻ്റെ ഒരു ശൈലി, ഉസ്താദ് ഓതിക്കൊടുക്കുന്ന ആ ശൈലിയിൽ കുട്ടിക്ക് ഓതാൻ കഴിയുന്നുണ്ടോ, കുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കുട്ടി ഉസ്താദിന് ഓതിക്കൊടുക്കുകയാണെങ്കിൽ എളുപ്പം 50 മാർക്കും ലഭിക്കും. ഇനി ഈ പരീക്ഷയ്ക്ക് ഖുർആനിൽ നിന്നുള്ള പാഠഭാഗം എത്രയാണ്? ഫാത്തിഹ സൂറത്തും നബഅ് സൂറത്ത് മുതൽ തക്വീർ വരെയുള്ള സൂറത്തുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഏത് ആയത്തും കുട്ടിയെ കൊണ്ട് ഓതിപ്പിച്ചേക്കാം. ഏതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഭാഗവും കൃത്യമായി കുട്ടി പഠിച്ചിട്ടുണ്ട് എന്ന് രക്ഷിതാവ് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് 2ാം ക്ലാസ്സിൻ്റെ ഖുർആൻ പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പർ ഒന്ന് പരിചയപ്പെടാം. 3ാം ക്ലാസ്സിനും 4ാം ക്ലാസ്സിനും തെദ്രീബു തിലാവ എന്ന പുസ്തകം ഉള്ളതുകൊണ്ട് ഖുർആൻ പരീക്ഷയ്ക്ക് പ്രത്യേകമായി ഒരു ചോദ്യപേപ്പർ 3നും 4നും ഉണ്ടാവും. എന്നാൽ 2ാം ക്ലാസ്സിൽ അങ്ങനെയില്ല. ഉസ്താദിന് മാത്രമായി ഒരു ചോദ്യപേപ്പർ, അതിൻ്റെ മാതൃകയാണ് നിങ്ങൾ കാണുന്നത്. കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തുൻ നാസിയാത്തിൽ നിന്ന് 3 വരി വീതം ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക എന്നായിരിക്കും ചോദ്യം. ഈ ഭാഗം ഓതിക്കൊടുക്കുന്നതിന് മാർക്ക് നൽകുന്ന, ഇതിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിൻ്റെ മാനദണ്ഡവും രീതിയും ഏതിനെ പരിഗണിച്ചാണ്? കുട്ടി ഓതുന്നത് ഇടർച്ചയില്ലാത്ത രീതിയിലാണോ എന്ന് നോക്കും, അഥവാ മുറിച്ചാണോ ഓതുന്നത് നോക്കും. അതേ പ്രകാരം തന്നെ പാരായണ ശൈലി നോക്കും. അക്ഷരശുദ്ധി, ഓരോ അക്ഷരങ്ങളും പുറപ്പെടുന്നത് അതിൻ്റെ മഖ്റജിൽ നിന്നാണോ എന്ന് പരിശോധിക്കും. അപ്രകാരം തന്നെ സൂറത്തുകളുടെ പേര് ചോദിച്ചേക്കാം, നോട്ട് ചെയ്ത് വെക്കുക. ആയത്തുകളുടെ എണ്ണവും കുട്ടികൾക്ക് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഓരോ പദങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണോ കുട്ടി ഓതുന്നത് എന്ന് ഉസ്താദ് പരിശോധിക്കും.
ചില കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് കേട്ട് കാണാതെ പഠിച്ച് ഓതിക്കൊടുക്കുന്ന അവസ്ഥ വരാറുണ്ട്. പ്രത്യേകം രക്ഷിതാക്കൾ ഈ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, തദ്രീബു തിലാവയുടെ കൈപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സൂറത്തുകൾ എടുക്കുമ്പോഴും ആ സൂറത്തിൻ്റെ പേരും അതിലെ ആയത്തുകളുടെ എണ്ണവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കുട്ടികൾക്ക് ഓർമ്മയുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് പരിശോധിക്കുക. അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുഴുവൻ മാർക്കും ലഭിക്കുന്നതിന് തടസ്സമാവണ്ടല്ലോ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികൾ ഓതുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് ഹിഫ്ളിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു പരീക്ഷയ്ക്ക് ഏതൊക്കെ സൂറത്തുകൾ മനഃപ്പാഠമാക്കാനുണ്ട്? ഫാത്തിഹ, ഇഖ്ലാസ്, ഫലക്ക് അഥവാ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, കുൽഹു അല്ലാഹു. ഈ 4 സൂറത്തുകളാണ് ഈ ഒരു പാദവാർഷിക പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ഓരോ രക്ഷിതാവും ഇത് 4ഉം കൃത്യമായി കുട്ടിയെ കൊണ്ട് ഓതിപ്പിക്കുക. അക്ഷരപ്പിഴവില്ലാതെ മഖ്റജുകളൊക്കെ ശ്രദ്ധിച്ച് നല്ല രൂപത്തിൽ തന്നെ ഓതുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ കാണുന്നത് ഹിഫ്ളിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ്. മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും സൂറത്തു നാസ് മനഃപ്പാഠം ഓദിക്കുക. അക്ഷരത്തെറ്റിന് മാർക്ക് നൽകരുത്. അപ്പോൾ അക്ഷരത്തെറ്റുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇനി ഈ സൂറത്തുകൾ കാണാതെ പഠിക്കുന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ദിക്റുകളോ ദുആകളോ പഠിക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെ ചോദിച്ചിരുന്നു. ഇതൊരു പുതിയ പാഠ്യപദ്ധതി ആയതുകൊണ്ട് നമുക്കങ്ങനെ ഉണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ വയ്യ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവരുടെ ഫിഖിലുള്ള ഷഹാദത്ത് കലിമ പോലത്തെ ദിക്റുകളും നിസ്കാരവുമായി ബന്ധപ്പെട്ടതൊക്കെ ചോദിച്ചിരുന്നു. ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുമോ ഇല്ലയോ എന്നൊന്ന് നമുക്ക് കൃത്യമായി പറയാൻ വയ്യ. ചിലപ്പോൾ ഉസ്താദ് അവർക്ക് തദ്രീബു തിലാവയിൽ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കുട്ടികളെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. മനഃപ്പാഠമുള്ള ആക്കാനുള്ള സൂറത്തിന് പുറമെ ചിലപ്പോൾ ഇതോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിഖിലുള്ള ഏതെങ്കിലും ദിക്റോ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പ് പറയാൻ വയ്യ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഖുർആൻ ഹിഫ്ള് പരീക്ഷയ്ക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ മറുപടി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള മദ്രസയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് 2ാം ക്ലാസ്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അത് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് പ്രചോദനമായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.